പ്രിയപ്പെട്ടവരെ, സോഷ്യൽ ഡിസ്കോഴ്സസിൻ്റെ മറ്റൊരു വീഡിയോ സീരീസിലേക്ക് ഏവർക്കും സ്വാഗതം. ഈ ഒരു വീഡിയോ സീരീസിലൂടെ നെറ്റിൻ്റെ എക്സാം ഡേറ്റ് വളരെ അടുത്ത് വന്നു നിൽക്കുന്ന ഈ ഒരു സാഹചര്യത്തിൽ കഴിഞ്ഞ വർഷങ്ങൾ ഏറ്റവും റീസെൻ്റായിട്ട് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസിനെ പരിചയപ്പെടുത്തുക, കൂടുതൽ ക്വസ്റ്റ്യൻ ഫോക്കസ്ഡ് ആയിട്ടുള്ളൊരു ഡിസ്കഷൻ കൊണ്ടുവരിക എന്നുള്ളതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ഈ ഒരു വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് യൂണിറ്റ് 1 നിന്ന് കഴിഞ്ഞ ഏറ്റവും റീസെൻ്റായിട്ട് നടന്ന എക്സാമുകളിൽ ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങൾ ഏതൊക്കെയാണെന്നുള്ളതാണ്. ഓക്കെ, നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം. ആദ്യമായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് 2024 ജൂണിൽ, അതായത് ഏറ്റവും ലാസ്റ്റായിട്ട് നടന്ന എക്സാമിൽ വന്നിട്ടുള്ളൊരു ചോദ്യമാണ്. മാച്ച് ദ ഫോളോവിങ് ആണ്. ഹിസ്റ്റോറിക്കൽ ഡെവലപ്മെൻറ്റ് ഓഫ് സോഷ്യൽ വർക്കിലെ ഏറ്റവും പ്രധാനപ്പെട്ട ചില ഇവൻറ്റുകൾ തന്നിട്ടുണ്ട്. അതുമായി ബന്ധപ്പെട്ട വർഷങ്ങളാണ് ഇവിടെ ചോദിച്ചിട്ടുള്ളത്. വളരെ ഡയറക്റ്റ് ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. തോയിൻബി ഹാള്, ബീവറേജ് റിപ്പോർട്ട്, ചാരിറ്റി ഓർഗനൈസേഷൻ സൊസൈറ്റി, എലിസബത്തൻ പൂവർ ലോ. നമുക്കറിയാം തോയിൻബി ഹാള് വന്നിട്ടുള്ളത് 1884 ആൻഡ് ബീവറേജ് റിപ്പോർട്ട് വന്നിട്ടുള്ള വർഷം 1942 ആണ്. ചാരിറ്റി ഓർഗനൈസേഷൻ സൊസൈറ്റി ലണ്ടനിൽ സ്റ്റാർട്ട് ചെയ്യണത് 1869 ആൻഡ് എലിസബത്തൻ പൂവർ ലോ വന്ന വർഷം 1601 ആണ്. സോ ഇതെല്ലാം മാച്ച് ചെയ്യുന്ന ആൻസർ എന്നുള്ളത് ഓപ്ഷൻ 3 ആണ്. A 3, B 1, C 2 ആൻഡ് D 4. ഓക്കെ, അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ടുള്ള ചില ഇവൻറ്റുകളൊന്നും കൂടി ഓർത്ത് വയ്ക്കുക. ലൈക്ക് സ്റ്റാറ്റ്യൂസ് ഓഫ് ലേബേഴ്സ് വന്നിട്ടുള്ള വർഷം എന്നാണ്, ചിക്കാഗോ ഹൾ ഹൗസ് വന്നിട്ടുള്ള വർഷം ഏതാണെന്നുള്ളതൊക്കെ ഒന്ന് ഓർത്ത് വെച്ചാൽ കുറച്ചുകൂടി നന്നായിരിക്കും. സെക്കൻഡ് ക്വസ്റ്റ്യൻ, ദ റൈറ്റ് ഓഫ് വിഡോസ് ടു റീമാരേജ് വാസ് അഡ്വക്കേറ്റഡ് ബൈ. വിഡോസിൻ്റെ റീമാരേജ് എന്നുള്ള ഒരു കോൺസെപ്റ്റ് അഡ്വക്കേറ്റ് ചെയ്തത് ഇതിൽ ആരാണെന്നുള്ളതാണ്. ഒബ്വിയസ്ലി നമുക്ക് ഡയറക്റ്റായിട്ട് തന്നെ വന്നിട്ടുള്ളൊരു ക്വസ്റ്റ്യനാണ്. രാജാറാം മോഹൻ റോയ് ആണ് ഈ ഒരു ഓപ്ഷനിൽ ഏറ്റവും അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള ആൻസർ. ഈശ്വരചന്ദ്ര വിദ്യാസാഗർ എന്നുള്ളതും MG റാണയുടെയൊക്കെ ഒരുപാട് സോഷ്യൽ റിഫോം ആക്ടിവിറ്റീസ് ചെയ്തിട്ടുള്ള ആളുകളാണ്. ഈശ്വരചന്ദ്ര വിദ്യാസാഗറിൻ്റെ ഒരു ബേത്തൂനെ സ്കൂൾ എന്ന് പറഞ്ഞിട്ടുള്ളൊരു കോൺസെപ്റ്റ് ഉണ്ട്. ഇദ്ദേഹവും വീഡോ റീമാരേജ് ആ ഒരു ഏരിയയിൽ തന്നെയാണ് വർക്ക് ചെയ്തിട്ടുണ്ടായത്. അതേപോലെ തന്നെ MG റാണയുടെ ഒരു ഓർഗനൈസേഷനാണ് പ്രാർത്ഥനാ സമാജം, 1867 സ്ഥാപിച്ചിട്ടുള്ളൊരു ഓർഗനൈസേഷൻ. ജസ്റ്റ് അതൊന്ന് ഓർത്ത് വയ്ക്കുക. ഇവിടെ ഓപ്ഷൻ 1 ആണ് ആൻസർ ആയിട്ട് വരുന്നത്. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ, ഹൂ ഫൗണ്ടഡ് ദ നെയ്ബർഹുഡ് ഗിൽഡ്, ദ ഫസ്റ്റ് സെറ്റിൽമെൻറ്റ് ഹൗസ് ഇൻ ദ യുണൈറ്റഡ് സ്റ്റേറ്റ്. അമേരിക്കയിലെ ആദ്യത്തെ സെറ്റിൽമെൻറ്റ് ഹൗസ് ആയിട്ടുള്ള നെയ്ബർഹുഡ് ഗിൽഡ് സ്ഥാപിച്ച ആൾ ആരാണ് എന്നുള്ളതാണ്. ഇത് ചെറുതായിട്ട് കൺഫ്യൂസിങ് ആയിട്ടൊരു ക്വസ്റ്റ്യനാണ്. ഞാനിത് ആൻസറിലേക്ക് നോക്കിയ സമയത്തും ക്വസ്റ്റ്യൻ വായിച്ച സമയത്തും നമുക്ക് മനസ്സിലായിരുന്നു. അതായത് ഇതിലുള്ള ഓപ്ഷനിലുള്ള ആരും അല്ല ഈ ഒരു സെറ്റിൽമെൻറ്റ് ഹൗസ് ഫൗണ്ട് ചെയ്തിട്ടുള്ളത്. ഇതിലുള്ള മേരി റിച്ച്മണ്ട്, ജെയിൻ ആഡംസ്, സിൽഫ സ്മിത്ത്, മാർഗരറ്റ വില്യംസൺസ് ആണ്. ഇത്രയും ആളുകളുടെ പേരാണ് ഇതിലുള്ളത്. ആക്ച്വലി ഈ ഒരു നെയ്ബർഹുഡ് ഗിൽഡ് എന്നുള്ള ഒരു ഒരു സെറ്റിൽമെൻറ്റ് ഹൗസ് സ്ഥാപിക്കുന്നത് സ്റ്റാൻഡൺ കോയിറ്റ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു ആളാണ് 1886. സോ ഈ ആൻസർ ഡ്രോപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു ആൻസറിലേക്ക് വന്ന സമയത്ത്. അതോടൊപ്പം ഇതിൽ എടുത്തു പറയേണ്ട ഒരാളാണ് ജെയിൻ ആഡംസ് എന്നുള്ള ആൾ. ഇവിടെ ജെയിൻ ആഡംസ് ആണ് ചിക്കാഗോയിലുള്ള ഹൾ ഹൗസ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു സെറ്റിൽമെൻറ്റ് ഹൗസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ജസ്റ്റ് ഒന്ന് ഓർത്ത് വയ്ക്കുക. 1889 ആ സെറ്റിൽമെൻറ്റ് ഹൗസ് അമേരിക്കയിൽ സ്റ്റാർട്ട് ചെയ്യണത്. ഓക്കെ, അടുത്ത ചോദ്യം, അറേഞ്ച് ദ സീക്വൻസ് ഓഫ് സോഷ്യൽ വർക്ക് പാരഡൈംസ് സിൻസ് ദ ഇൻസെപ്ഷൻ. അതായത് സോഷ്യൽ വർക്ക് പല കാലങ്ങളിലും അതിൻ്റെ പ്രധാനപ്പെട്ട ആശയം എന്തായിരുന്നു എന്നുള്ള രീതിയിൽ ഇവോൾവ് ചെയ്ത് വന്നിട്ടുണ്ടായിരുന്നു. പല സമയത്തും പല ആശയങ്ങളാണ് സോഷ്യൽ വർക്കിന് ഉണ്ടായിരുന്നത്. അത്തരത്തിൽ അതിൻ്റെ ഒരു എവല്യൂഷൻ, അതിൻ്റെ സീക്വൻഷ്യലായിട്ടൊന്ന് എഴുതുക എന്നുള്ളതാണ്. ഇതിൽ റൈറ്റ് ബേസ്ഡ് ഡെവലപ്മെൻറ്റ്, ചാരിറ്റി, വെൽഫെയർ, എംപവർമെൻറ്റ് ഇത്രയും കാര്യങ്ങളാണുള്ളത്. സോഷ്യൽ വർക്കിൻ്റെ ഹിസ്റ്ററി പഠിക്കുന്ന സമയത്ത് നമുക്ക് കറക്റ്റ് അറിയാം, ആദ്യം സോഷ്യൽ വർക്ക് റിലീജനുമായി കണക്ട് ചെയ്തുകൊണ്ട് ഒരു ചാരിറ്റി എന്നുള്ളൊരു ഫോർമാറ്റിലായിരുന്നു ഉണ്ടായിട്ടുണ്ടായിരുന്നത്. സോ ചാരിറ്റിയാണ് ഇതിൽ ആദ്യത്തെ ഒരു അതിൻ്റെ പാരഡൈംസിൽ ആദ്യം വരുന്നത് ചാരിറ്റിയാണ്. രണ്ടാമത് സ്റ്റേറ്റിലോട്ട് വരികയും ഒരു സ്റ്റേറ്റിൻ്റെ വെൽഫെയർ എന്നുള്ള രീതിയിൽ വെൽഫെയർ എന്നുള്ളൊരു കോൺസെപ്റ്റിലേക്ക് മാറുകയും ചെയ്തു. ഇത്ര മാത്രം അറിഞ്ഞാൽ തന്നെ നമുക്ക് ഇതിൽ നിന്ന് ഓപ്ഷൻ സെലക്ട് ചെയ്യാവുന്നതാണ്. കാരണം ആദ്യം C, സെക്കൻഡ് D വരുന്ന ഒരേ ഒരു ഓപ്ഷൻ മാത്രമേ ഉള്ളത് ഓപ്ഷൻ 2 ആണ്. ഇത്തരത്തിൽ ഞാൻ ഓപ്ഷൻ ഡീറ്റെയിൽഡായിട്ട് പറയാതെ നമ്മളിങ്ങനെ പിക്ക് ചെയ്യണം. എന്താ വെച്ച് കഴിഞ്ഞാൽ എക്സാമിൽ ഇത് പോസിബിൾ ആണെന്നുള്ളതുകൊണ്ട് ഈ രീതിയിലും നമുക്ക് ആൻസർ ചെയ്യുക എന്നുള്ളതാണ്. നമുക്ക് നന്നായിട്ട് അറിയണ ക്വസ്റ്റ്യൻ ആണെങ്കിൽ ഡീറ്റെയിൽ ആയിട്ട് വായിച്ചിട്ട് ചെയ്യുക. ബട്ട് നമുക്ക് ഗസ് ചെയ്യാനാണെങ്കിൽ ഇത്തരത്തിൽ ഓപ്ഷനും കൂടി കണക്ട് ചെയ്തിട്ട് ഓരോ ക്വസ്റ്റ്യൻ ഒന്നുകൂടി വായിക്കുക. അതിൽ ഓപ്ഷനുമായിട്ട് നമുക്ക് എലിമിനേറ്റ് ചെയ്യാൻ പറ്റിയ കാര്യങ്ങളുണ്ടെങ്കിൽ അത്തരത്തിൽ ചെയ്തു കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ നമുക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്നതാണ്.
ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മുടെ ആൻസർ വരുന്നത് ഓപ്ഷൻ 2 ആണ്. ചാരിറ്റി, വെൽഫെയർ, ഡെവലപ്മെൻറ്റ്, എംപവർമെൻറ്റ് ആൻഡ് റൈറ്റ് ബേസ്ഡ്. ഈ ഒരു സീക്വൻസിലാണ് സോഷ്യൽ വർക്കിൻ്റെ ഒരു പാരഡൈം വരുന്നത്. ഓക്കെ, ഓപ്ഷൻ 2 ആണ് റൈറ്റ് ആൻസർ. അടുത്തായിട്ട് ഹു എമംഗ് ദ ഫോളോവിങ് കോയിൻഡ് ദ ടേം പേഴ്സൺ ഇൻ സിറ്റുവേഷൻ. വളരെ ഡയറക്റ്റ് ആയിട്ടുള്ള ചോദ്യമാണ്. ഇത് മുൻപ് പല പേപ്പറിലും കണ്ടിട്ടുള്ള ചോദ്യമാണ്. പേഴ്സൺ ഇൻ സിറ്റുവേഷൻ എന്നുള്ള വാക്ക് കോയിൻ ചെയ്തത്, ഇതിൻ്റെ ആൻസർ വരുന്നത് ഓപ്ഷൻ 2 ഫ്ലോറൻസ് ഹോളിസ് ആണ്. അദ്ദേഹത്തിൻ്റെ ഒരു പുസ്തകമുണ്ട്, കേസ് വർക്ക് എ സൈക്കോ സോഷ്യൽ തെറാപ്പി എന്നുള്ളത്. അത് ജസ്റ്റ് ബുക്കൊന്ന് നോട്ട് ചെയ്ത് വയ്ക്കുക. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. കൾച്ചറൽ കോമ്പറ്റൻസ് ഈസ് ഇമ്പോർട്ടൻറ്റ് ഫോർ വർക്കിംഗ് എഫക്റ്റീവ്ലി വിത്ത് clients from diverse cultural background. What are the important characteristics of cultural competence? അത് നമ്മൾ വ്യത്യസ്തരായിട്ടുള്ള കൾച്ചറൽ ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വരുന്ന ക്ലയൻറ്റുമായിട്ട് ഇടപെടണമെങ്കിൽ ഒരു കൾച്ചറൽ കോമ്പറ്റൻസ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഒരു ഒരു എന്താ പറയുക, ഒരു എബിലിറ്റി നമുക്ക് ഉണ്ടായിരിക്കണം. അതിൽ നമ്മൾ കുറച്ചും കൂടിയും എഫക്റ്റീവ് ആയിരിക്കണം. അത്തരത്തിലുള്ള കൾച്ചറൽ കോമ്പറ്റൻസി എന്ന് പറയുന്ന സമയത്ത് അതിൻ്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണ്, അതിൽ എന്തെല്ലാം കാര്യങ്ങൾ ഉൾപ്പെടും എന്നുള്ളതാണ് ചോദിച്ചിട്ടുള്ളത് താഴെ തന്നിരിക്കുന്ന കാര്യങ്ങളിൽ നിന്ന്. ഓക്കെ, ഫെമിലാരിറ്റി with the cultural norms and values of a specific group. B, an understanding of the uniqueness of one's own cultural belief. C, openness to other customs and rituals. D, willingness to learn about other customs. E, considering one's culture as superior from others. ഇവിടെ നമുക്ക് ഈ എന്നുള്ളത് ഡയറക്റ്റ്ലി എലിമിനേറ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു സ്റ്റേറ്റ്മെൻ്റ് ആണ്. നമ്മുടെ സ്വന്തം കൾച്ചർ ഏറ്റവും സുപ്പീരിയർ ആണെന്ന് വിചാരിക്കുക എന്നുള്ളത് ഒരിക്കലും ഒരു കൾച്ചറൽ കോമ്പറ്റൻസിൻ്റെ ഭാഗമല്ല എന്ന് നമുക്ക് വായിക്കുമ്പോൾ തന്നെ മനസ്സിലാക്കാൻ കഴിയുന്ന ഒന്നാണ്. സോ ഈ ഓപ്ഷൻ വരുന്ന ഓപ്ഷൻസൊക്കെ നമുക്ക് എലിമിനേറ്റ് ചെയ്യാവുന്നതാണ്. ഇവിടെ 2ലും 3ലും 4ലും ഈ വരുന്നുണ്ട്. സോ ഇത് 3 എലിമിനേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഓപ്ഷൻ 1 ആണ് നമ്മുടെ റൈറ്റ് ആൻസർ. ഓക്കെ, ഇനി അടുത്തൊരു ക്വസ്റ്റ്യൻ. വിച്ച് ഓഫ് ദ ഫോളോവിങ് ആർ സെറ്റിൽമെൻറ്റ് ഹൗസസ് ഇൻ ദ യുണൈറ്റഡ് സ്റ്റേറ്റ്സ്? താഴെ കുറച്ച് സെറ്റിൽമെൻറ്റ് ഹൗസുകളുടെ പേര് കൊടുത്തിട്ടുണ്ട്. അതിൽ USA സെറ്റിൽമെൻറ്റ് ഹൗസുകൾ ഏതൊക്കെയാണെന്നുള്ളതാണ് ചോദ്യം. ഹൾ ഹൗസ്, നെയ്ബർഹുഡ് ഗിൽട്ട്, കോളേജ് സെറ്റിൽമെൻറ്റ്, ഹൗച്ചൺ ഹൗസ്, തോയിൻബി ഹാൾ. ഇതിൽ UK ഹിസ്റ്ററി പഠിക്കുന്ന സമയത്ത് നമ്മൾ പരിചയപ്പെടുന്ന ഒരു പേരാണ് തോയിൻബി ഹാൾ എന്നുള്ളത്. UK ആദ്യമായിട്ട് വന്നൊരു സെറ്റിൽമെൻറ്റ് ഹൗസാണ് തോയിൻബി ഹാൾ എന്നുള്ളത്. സോ ഇത് ഒരിക്കലും USA ഉള്ളതല്ല. ഈ ഒരു ഓപ്ഷൻ നമുക്ക് എലിമിനേറ്റ് ചെയ്യാവുന്നതാണ്. ഈ വരുന്ന 2, 3, 4 ഈ 3 ഓപ്ഷൻസ് നമുക്ക് എലിമിനേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ റൈറ്റ് ആൻസർ നമുക്ക് കിട്ടുക ഓപ്ഷൻ 1 ആണ്. ഈ ഹൾ ഹൗസ് എന്നുള്ളത് ചിക്കാഗോയിലാണ് അത് ഫോം ചെയ്തിട്ടുണ്ടായിരുന്നത് 1889. ആൻഡ് നെയ്ബർഹുഡ് ഗിൽട്ട് എന്നുള്ളത് ന്യൂയോർക്കിൽ സ്ഥാപിച്ചിട്ടുള്ള ന്യൂയോർക്കിലെ, അതായത് USA ഏറ്റവും ആദ്യത്തെ സെറ്റിൽമെൻറ്റ് ഹൗസാണ് നെയ്ബർഹുഡ് ഗിൽട്ട് എന്നുള്ളത്. 1886 സ്ഥാപിച്ചത്. കോളേജ് സെറ്റിൽമെൻറ്റ് എന്നുള്ളത് ഫിലാഡൽഫിയയിലാണ് സ്ഥാപിച്ചിട്ടുണ്ടായിരുന്നത്. ആൻഡ് ഹൗച്ചൺ ഹൗസ് എന്നുള്ളത് എൽ ഫ്ലാഗോ എന്നുള്ള സ്ഥലത്ത് മെക്സിക്കൻ ഇമിഗ്രൻസിന് വേണ്ടിയിട്ട് സ്ഥാപിച്ചിട്ടുള്ള ഒരു സെറ്റിൽമെൻറ്റ് ഹൗസ് ആയിരുന്നു. ഓക്കെ, അപ്പോൾ ഇവിടെ റൈറ്റ് ആൻസർ ഓപ്ഷൻ 1 ആണ് എന്നുള്ളത് കൂടി ഒന്ന് ഓർത്ത് വയ്ക്കുക. ഇനി 8ാമത്തെ ക്വസ്റ്റ്യൻ. ആൻ എക്കോ സിസ്റ്റം അപ്രോച്ച് ടു സോഷ്യൽ വർക്ക് എൻകംപാസസ്. സോഷ്യൽ വർക്കിൽ ഫസ്റ്റ് യൂണിറ്റിൽ നമ്മൾ പഠിക്കുന്ന ഒരുപാട് അപ്രോച്ചുകളുണ്ട്. ജനറൽ സിസ്റ്റം അപ്രോച്ച്, എക്കോളജിക്കൽ അപ്രോച്ച്, സ്ട്രെങ്ത് ബേസ്ഡ് അപ്രോച്ച്, 4 സിസ്റ്റം മോഡൽ, ഇത്തരത്തിലുള്ള കുറേ അപ്രോച്ചുകളും മോഡൽസൊക്കെ നമ്മൾ പഠിക്കുന്നുണ്ട്. അതിൽ പ്രധാനപ്പെട്ട ഒരു മോഡലാണ് എക്കോ സിസ്റ്റം അപ്രോച്ച് എന്നുള്ളത്. ഇതിൽ ബേസിക്കലി പറയുന്നത് ഇതാണ്, അങ്ങനെയാണ് നമ്മുടെ ഹ്യൂമൻ ഡെവലപ്മെൻറ്റിനെ ചുറ്റുപാടുമുള്ള വ്യത്യസ്ത എൻവിയോൺമെൻറ്റൽ സിസ്റ്റംസ് എങ്ങനെയാണ് ഇൻഫ്ലുവൻസ് ചെയ്യണത് എന്നതാണ് ഈ ഒരു തിയറിയിൽ നമ്മൾ പഠിക്കുന്നത്. അവിടെയാണ് മൈക്രോ സിസ്റ്റം, മെസോ സിസ്റ്റം, എക്സോ സിസ്റ്റം, മാക്രോ സിസ്റ്റം, ക്രോണോ സിസ്റ്റം പോലുള്ള എൻവിയോൺമെൻറ്റൽ സിസ്റ്റംസിനെ കുറിച്ച് പറയുന്നത്. അപ്പോൾ ഈ ഓരോ സിസ്റ്റം നമ്മുടെ ഡെവലപ്മെൻറ്റിനെ എങ്ങനെയാണ് ഇൻഫ്ലുവൻസ് ചെയ്യുന്നത് എന്നതാണ് ഈ തിയറിൽ പറയുന്നത്. ഓക്കെ, എ മൾട്ടിപ്പിൾ ആൻഡ് കോംപ്ലക്സ് ട്രാൻസാക്ഷൻ ബിറ്റ്വീൻ പേഴ്സൺ വിത്തിൻ ദെയർ ഫാമിലി, പീപ്പിൾസ് കോപ്പിംഗ് വിത്ത് ചേഞ്ചിങ് എൻവിയോൺമെൻറ്റ്സ്, change in the people's capacities to deal with their surroundings, participation of client without the involvement of family, the need, problem and strength of individual and their family. ഇതിൽ കോമൺലി നമുക്ക് വായിക്കുന്ന സമയത്ത് ഓപ്ഷൻ ഡി നോക്കുന്ന സമയത്ത് പാർട്ടിസിപ്പേഷൻ ഓഫ് ക്ലയൻറ്റ്സ് വിത്തൗട്ട് ദ ഇൻവോൾവ്മെൻറ്റ് ഓഫ് ഫാമിലി. ഓക്കെ, ഫാമിലിയുമായിട്ടുള്ള ഇൻവോൾവ്മെൻ്റ് ആണ് സത്യത്തിൽ. ഫാമിലിയുമായിട്ട് ഇൻവോൾവ്മെൻറ്റ് എങ്ങനെയാണ്, അതിൻ്റെ ഒരു പാറ്റേൺ എങ്ങനെയാണ്, അതെങ്ങനെയാണ്
ഹ്യൂമൻ ഡെവലപ്മെൻറ്റിനെ സ്വാധീനിക്കുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് ഈ തിയറിൽ ശരിക്കും പഠിക്കുന്നത്. ഇത് അതിന് നേരെ അഗെയിൻസ്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെൻ്റ് ആണ്. സോ ഡി എന്നുള്ളത് നമുക്ക് എലിമിനേറ്റ് ചെയ്യാവുന്നതാണ്. അങ്ങനെ നോക്കുന്ന സമയത്ത് 1, 2, 4 ഈ ഓപ്ഷൻസ് നമുക്ക് ഒഴിവാക്കി കഴിഞ്ഞാൽ ബാക്കി എ, ബി, സി, ഇ എന്നുള്ള ഓപ്ഷൻസുകൾ നമുക്ക് റൈറ്റ് ആയിട്ട് കണക്കാക്കാം. സോ ദ റൈറ്റ് ആൻസർ വിൽ ബി ആൻസർ 3. ഓക്കെ, ആ തിയറി ഒന്ന് വായിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് കുറച്ചും കൂടി ഈ ഓപ്ഷൻസ് വായിക്കുന്ന സമയത്ത് ഒരു കണക്ഷൻ കിട്ടും. ഞാൻ അത് എക്സ്പ്ലെയിൻ ചെയ്യാൻ നിൽക്കണില്ല, നിങ്ങളൊന്ന് ചെക്ക് ചെയ്യുക. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോവിങ് റീഫോം മൂവ്മെൻറ്റ്സ് ഒബ്ജക്റ്റഡ് ടു ദ വർഷിപ്പ് ഓഫ് ഐഡൽസ്? ഓക്കെ, വിഗ്രഹാരാധനയെ എതിർത്തിട്ടുള്ള മൂവ്മെൻറ്റുകൾ ഇതിൽ ഏതൊക്കെയാണെന്നുള്ളതാണ്. 4 മൂവ്മെൻറ്റ് കൊടുത്തിട്ടുണ്ട്. 1 പ്രാർത്ഥനാ സമാജം, 2 ബ്രഹ്മസമാജ് ആൻഡ് ആര്യ സമാജ്, പിന്നെ ശക്തിശോധക് സമാജ് എന്നുള്ളതാണ്. ഓക്കെ, ഇതിൽ ബ്രഹ്മസമാജ് എന്നുള്ള പ്രാർത്ഥനാ സമാജ് എന്നുള്ളത് ഒരു റിലീജിയസ് റീഫോം മൂവ്മെൻ്റ് ആണ്. ആര്യ സമാജ് എന്നുള്ളത് കുറച്ചുകൂടി വേദിക് എഡ്യൂക്കേഷനൊക്കെ ഫോക്കസ് ചെയ്തിട്ടുള്ള ഒരു മൂവ്മെൻ്റ് ആയിരുന്നു. ശക്തിശോധക് സമാജ് എന്നുള്ളത് ഒരു സോഷ്യൽ ഇക്വാലിറ്റിക്ക് വേണ്ടിയിട്ടും അതുപോലെ തന്നെ അപ്ലിഫ്റ്റ്മെൻറ്റ് ഓഫ് കാസ്റ്റ്, ജാതീയപരമായിട്ട് അടിച്ചമർത്തപ്പെട്ട ആളുകൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു ഫൗണ്ടേഷൻ ആയിരുന്നു. ഇതിൽ കുറച്ചുകൂടി അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള ബ്രഹ്മസമാജാണ്. ഐഡിയൽ വർഷിപ്പിനെ ശക്തമായിട്ട് എതിർത്തിട്ടുള്ള രാജാറാം മോഹൻ റോയ് മുന്നോട്ട് കൊണ്ടുവന്ന 1828 സ്ഥാപിച്ചിട്ടുള്ള സ്ഥാപനമാണ്, ഓർഗനൈസേഷനാണ് ബ്രഹ്മസമാജ്. ഇവിടെ ബ്രഹ്മസമാജാണ് റൈറ്റ് ആൻസർ. ഓക്കെ, 10ാമത്തെ ചോദ്യം, ഇൻ ഇന്ത്യ ദ ഫസ്റ്റ് മെഡിക്കൽ സോഷ്യൽ വർക്കർ വാസ് അപ്പോയിൻറ്റഡ് ഇൻ ദ ഇയർ 1946 ഇൻ. ഇത് ഇന്ത്യയിലെ ആദ്യത്തെ മെഡിക്കൽ സോഷ്യൽ വർക്കറെ അപ്പോയിൻറ്റ് ചെയ്ത ഹോസ്പിറ്റൽ ഏതാണെന്നുള്ളതാണ് ഇവിടെ ചോദ്യം. ഇവിടെ 4 ഹോസ്പിറ്റൽ കൊടുത്തിട്ടുണ്ട്. വളരെ ഡയറക്റ്റ് ആയിട്ടുള്ള ചോദ്യമാണ്. ഇതിൻ്റെ ആൻസർ വരുന്നത് ഓപ്ഷൻ 4 ആണ്, JJ ഹോസ്പിറ്റൽ, മുംബൈ. ഇതിൻ്റെ കൂടെ തന്നെ നിങ്ങളൊരു കാര്യം കൂടി ഓർത്ത് വയ്ക്കുക. ആദ്യമായിട്ട് മെഡിക്കൽ സോഷ്യൽ വർക്കിൻ്റെ ഒരു ഫോർമൽ ട്രെയിനിങ് സ്റ്റാർട്ട് ചെയ്യണത് നമ്മുടെ ടിസിൻ്റെ ആദ്യത്തെ ഫോമായിട്ടുണ്ടായിരുന്ന സർ ദൊറാബ്ജി ടാറ്റ ഗ്രാജുവേറ്റ് സ്കൂൾ ഓഫ് സോഷ്യൽ വർക്കിൽ ഡോക്ടർ ക്ലിഫോർഡ് മാൻഷ്രാഡ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു മിഷനറിയാണ് ആദ്യമായിട്ട് ഈ മെഡിക്കൽ സോഷ്യൽ വർക്കിൻ്റെ ട്രെയിനിങ് കൊടുക്കുന്നത്. അത് 1936 തന്നെയാണ്. ജസ്റ്റ് ആ പേരൊന്ന് ഓർത്ത് വയ്ക്കുക, ഡോക്ടർ ക്ലിഫോർഡ് മാൻഷ്രാഡ്. ഓക്കെ, അപ്പോൾ ഇവിടെ ആൻസർ വരുന്നത് ഓപ്ഷൻ 4 ആണെന്നുള്ളതും കൂടി ഒന്ന് ഓർത്ത് വയ്ക്കുക. ഇനി 11ാമത്തെ ചോദ്യം, അഗെയിൻ ഒരു മാച്ച് ദ ഫോളോയിങ് ആണ്. ഇതും വന്നിട്ടുള്ളത് സോഷ്യൽ റിഫോം മൂവ്മെൻറ്റ്സുകളിൽ നിന്നുള്ള ആ ഒരു ഭാഗത്തു നിന്നാണ്. അപ്പോൾ ഈ ഭാഗത്തു നിന്ന് ഇപ്പോൾ ഞാൻ ഇതുവരെ ഡിസ്കസ് ചെയ്ത എല്ലാ ക്വസ്റ്റ്യൻസും ഏറ്റവും റീസെൻ്റ് ആയിട്ട് നടന്നിട്ടുള്ള 2024 ജൂൺ സൈക്കിളിലെ എക്സാമിൽ നിന്ന് വന്നിട്ടുള്ള ചോദ്യങ്ങളാണ്. അപ്പോൾ റീഫോം മൂവ്മെൻറ്റ്സിൽ നിന്ന് ഒരുപാട് ചോദ്യങ്ങൾ വന്നിട്ടുണ്ട്. ആ ഒരു ഭാഗം ഇമ്പോർട്ടൻ്റ് ആണെന്നുള്ളതൊന്ന് ഓർത്ത് വയ്ക്കുക. ഇവിടെ 4 ഓർഗനൈസേഷൻ വന്നിട്ടുണ്ട്, സത്യശോധക് സമാജ്, ആര്യ സമാജ്, ബ്രഹ്മസമാജ്, ആര്യ മഹിളാ സമാജ്. ഇതിൻ്റെ ഫൗണ്ടേഴ്സായിട്ട് സ്വാമി ദയാനന്ദ സരസ്വതി, പണ്ഡിത രാമഭായ്, ജ്യോതിബ ഫുലെ, രാജാറാം മോഹൻ റോയ്. നമുക്ക് ഡയറക്റ്റായിട്ട് കണക്ട് ചെയ്യാവുന്നതാണ്. സത്യശോധക് സമാജ് എന്നുള്ളത് ജ്യോതിബ ഫുലെ ആണ് അതിൻ്റെ ഫൗണ്ടറായിട്ടുള്ളത്. ആര്യ സമാജം സ്വാമി ദയാനന്ദ സരസ്വതി, ബ്രഹ്മസമാജ് രാജാറാം മോഹൻ റോയ്, ആര്യ മഹിളാ സമാജ് പണ്ഡിത രാമഭായ്. ഓക്കെ, അപ്പോൾ ഓപ്ഷൻ 1 A3, B1, C4, D2 ആണ് റൈറ്റ് ആൻസർ ആയിട്ട് വരുന്നത്. ക്വസ്റ്റ്യനൊക്കെ പരിചയപ്പെടുത്തുന്ന സമയത്ത് ക്വസ്റ്റ്യൻ ആദ്യം തന്നെ വായിക്കുന്ന സമയത്ത് നിങ്ങളൊന്ന് പൗസ് ചെയ്തിട്ട് ക്വസ്റ്റ്യൻ വായിച്ചിട്ട് ആൻസർ ചെയ്യാൻ ശ്രമിച്ചു നോക്കുക. എന്നിട്ട് അതിന് ശേഷം വീഡിയോ വീണ്ടും റിസ്യൂം ചെയ്തിട്ട് ചെയ്തത് ശരിയാണോ തെറ്റാണോ എന്നുള്ളത് നോക്കുന്ന രീതിയിൽ ഈ ഒരു വീഡിയോ കാണുകയാണെങ്കിൽ കുറച്ചും കൂടി എഫക്റ്റീവായിരിക്കും. 12ാമത്തെ ചോദ്യം, ആസ് സ്പെൽഡ് ഔട്ട് ഇൻ ദ NSW കോഡ് ഓഫ് എത്തിക്സ് ദ മിഷൻ ഓഫ് സോഷ്യൽ വർക്ക് ഈസ് റൂട്ടഡ് ഇൻ. സോഷ്യൽ വർക്കിൻ്റെ മിഷൻ എവിടെയാണ് അതിൻ്റെ ഒരു കോറായിട്ടുള്ള കാര്യങ്ങൾ ഉള്ളത്, അല്ലെങ്കിൽ നമ്മുടെ ഏറ്റവും എത്തിക്കലി നമ്മൾ ഫോളോ ചെയ്യേണ്ട മെയിൻ വാല്യൂസ് ഏതൊക്കെയാണെന്നുള്ള ഒരു ചോദ്യമാണ് ഇവിടെ വന്നിട്ടുള്ളത്. ഇതിൽ പ്രധാനമായിട്ടൊരു 5 വാല്യൂസ് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിൽ ഏതൊക്കെ ഇതിലുണ്ട് നോക്കാം. സർവീസ്, സോഷ്യൽ ജസ്റ്റിസ്, ഇനിക്വിറ്റി, ഇൻറ്റഗ്രിറ്റി, കോമ്പിറ്റൻസ്. ഇതിൽ നമ്മൾ ശ്രദ്ധിച്ച് നോക്കുക, ഇനിക്വിറ്റി എന്നുള്ളത് ഒരിക്കലും സോഷ്യൽ വർക്കിൻ്റെ ഒരു എത്തിക്കലി നമ്മൾ പറയാറുള്ളൊരു വാല്യൂ അല്ല, അല്ലെങ്കിൽ അത് ഉൾക്കൊള്ളുന്ന ഒരു മൂല്യമല്ല അത്. സോ സി എന്നുള്ള ഓപ്ഷൻ നമുക്ക് ഒഴിവാക്കാം. അങ്ങനെ സി കട്ട് ചെയ്യുകയാണെങ്കിൽ 1, 2, 4 ഓപ്ഷൻസ് നമുക്ക് എലിമിനേറ്റ് ചെയ്യാം. സോ ദ റൈറ്റ് ആൻസർ വിൽ ബി ഓപ്ഷൻ 3 ABDE. അപ്പോൾ ഇതിൽ 5 കോൺസെപ്റ്റുകൾ പറയുന്നുണ്ട് ശരിക്കും ടോട്ടലി NSW കോഡ് ഓഫ് എത്തിക്സിൽ. 4 ഇവിടെ കറക്റ്റാണ്. സർവീസ്, സോഷ്യൽ ജസ്റ്റിസ്, ഇൻറ്റഗ്രിറ്റി, കോമ്പിറ്റൻസ്. 5ാമതായിട്ട് പറയുന്ന ഒന്നാണ് ഇമ്പോർട്ടൻസ് ഓഫ് ഹ്യൂമൻ റിലേഷൻഷിപ്പ്. അതുകൂടി ഒന്ന് ഓർത്ത് വയ്ക്കുക. ആ 5
വാല്യൂസ് അല്ലെങ്കിൽ 5 എത്തിക്കലി നമ്മൾ ഫോളോ ചെയ്യേണ്ട കാര്യങ്ങൾ ഈ 5 എണ്ണമാണെന്നുള്ളത് ഓർത്ത് വയ്ക്കുക. ഓക്കെ, അഗെയിൻ ഒരു മാച്ച് ദ ഫോളോയിങ് ക്വസ്റ്റ്യൻ ആണ് ചോദിച്ചിട്ടുള്ളത്. സോഷ്യൽ വർക്കിൻ്റെ കുറച്ച് അപ്രോച്ചുകളും അത് പ്രൊപ്പോൺ ചെയ്തിട്ടുള്ള ആളുകളുടെ പേരുമാണ് ഇതിൽ കൊടുത്തിട്ടുള്ളത്. ഇതിൽ ഫസ്റ്റ് നോക്കുന്ന സമയത്ത് എനിക്ക് പെട്ടെന്ന് കണക്ട് ചെയ്യാൻ പറ്റുന്നത് റാഡിക്കൽ സോഷ്യൽ വർക്കാണ്. അത് കൊണ്ടുവന്നിട്ടുള്ള 2 ആളുകളാണ് ബെയ്ലി ആൻഡ് ബ്രൈക്ക്. ഇവർ എഴുതിയിട്ടുള്ളൊരു പുസ്തകമുണ്ട്, ദ റാഡിക്കൽ സോഷ്യൽ വർക്ക് എന്ന് പറഞ്ഞിട്ട് 1975 എഴുതിയിട്ടുള്ളൊരു പുസ്തകമാണ്. ഇതിലവർ അത്രയും കാലം സോഷ്യൽ വർക്ക് എന്നുള്ളത് ഒരു ഇൻഡിവിജ്വലിസ്റ്റിക് ആയിട്ടുള്ള ഇൻഡിവിജ്വലിൻ്റെ മാത്രം ഫോക്കസ് ചെയ്തിട്ട് അല്ലെങ്കിൽ കുറച്ച് കമ്മ്യൂണിറ്റിയുടെ മാത്രം ഫോക്കസ് ചെയ്ത് ഉണ്ടായിരുന്ന ഒരു സോഷ്യൽ വർക്കിന് കുറച്ചുകൂടി ബ്രോഡറായിട്ട് നമ്മൾ സ്ട്രക്ചറൽ ചേഞ്ചിനെ ഫോക്കസ് ചെയ്യണം, സൊസൈറ്റീൻ്റെ മൊത്തത്തിലുള്ള പ്രശ്നങ്ങളെ ആ രീതിയിൽ തന്നെ നമ്മൾ റാഡിക്കലി അപ്രോച്ച് ചെയ്യണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വന്നിട്ടുള്ള ആളുകളാണ് ഇവർ. സോ ബി എന്നുള്ളത് നമുക്ക് 4th പ്രൊപ്പോണൻറ്റുമായിട്ട് കണക്ട് ചെയ്യാം. ആൻറ്റി ഒപ്രസീവ് സോഷ്യൽ വർക്ക് എന്നുള്ളത് ലെന ഡൊമിനലിയുമായിട്ട് കണക്ട് ചെയ്യാവുന്നതാണ്. ക്രിട്ടിക്കൽ സോഷ്യൽ വർക്ക് മുന്നോട്ട് കൊണ്ടുവരുന്നത് ജാൻ ഫൂക്കാണ്. ആൻഡ് സ്ട്രെങ്ത് ബേസ്ഡ് സോഷ്യൽ വർക്ക് ഡെന്നീസ് സാലിബി. ഇദ്ദേഹത്തിൻ്റെ ഒരു പുസ്തകമുണ്ട്, ദ സ്ട്രെങ്ത് പെർസ്പെക്റ്റീവ് ഇൻ സോഷ്യൽ വർക്ക് പ്രാക്ടീസ് എന്നുള്ളൊരു പുസ്തകം. അതിലാണ് അദ്ദേഹം സ്ട്രെങ്ത് ബേസ്ഡ് ആയിട്ടുള്ള സോഷ്യൽ വർക്കിനെ കുറിച്ചിട്ട് ഡിസ്കസ് ചെയ്യുന്നത്. സോ ഇതെല്ലാം കണക്റ്റ് ആവുന്ന ഓപ്ഷൻ 2 ആണ്. A3, B4, C1 ആൻഡ് D3. ഇതാണ് റൈറ്റ് ആൻസർ. അടുത്ത ചോദ്യം മാച്ച് ദ ഫോളോയിങ് ആണ്. കുറച്ച് തിയറീസ് ആൻഡ് അപ്രോച്ച് അല്ലെങ്കിൽ മോഡൽസ് തന്നിട്ടുണ്ട്, അതുമായി ബന്ധപ്പെട്ട ആളുകളെ കണക്റ്റ് ചെയ്യാനാണ്. ഓക്കെ, ആദ്യം ഉള്ളത് ഫങ്ഷണൽ സോഷ്യൽ കേസ് വർക്ക് അപ്രോച്ചാണ്. ഇത് ശരിക്കും യൂണിറ്റ് 3 ഭാഗമാണ്. ഇതിൽ ബി പ്രോബ്ലം സോൾവിങ് മോഡലും എക്കോളജിക്കൽ സിസ്റ്റം തിയറി ഡി ആയിട്ട് പറഞ്ഞിട്ടുള്ള ഇത് രണ്ടും നമുക്ക് യൂണിറ്റ് 1 ഡിസ്കസ് ചെയ്യേണ്ട സാധനങ്ങളാണ്. സോ അത് ആദ്യം തന്നെ പറയാം. പ്രോബ്ലം സോൾവിങ് മോഡൽ മുന്നോട്ട് കൊണ്ടുവരുന്നത് H പേൾമാൻ ആണ്, ഹെലൻ ഹാരിസ് പേൾമാൻ. ആൻഡ് എക്കോളജിക്കൽ സിസ്റ്റം തിയറി ഇത് ശരിക്കും ഒരു ബയോളജിക്കൽ തിയറിയാണ്. ഇത് കൊണ്ടുവന്ന ആളുടെ പേര് എന്നുള്ളത് യൂറി ബ്രോൺഫെൻ ബ്രെന്നർ എന്നുള്ളതാണ്. പക്ഷേ ഇത് സോഷ്യൽ വർക്കിലോട്ട് ഈ ഒരു തിയറീനെ കൺവേർട്ട് ചെയ്യുന്നതും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഇനീഷ്യലി ഡിസ്കസ് ചെയ്യുന്നതും ജെറിമാൻ ആൻഡ് ഹാർട്ട്മാൻ എന്ന് പറഞ്ഞിട്ടുള്ള ഇവർ 2 പേരുമാണ്. ഓക്കെ, ആൻഡ് ഫങ്ഷണൽ സോഷ്യൽ കേസ് വർക്ക് അപ്രോച്ച് മുന്നോട്ട് കൊണ്ടുവരുന്നത് ജെസി ടാഫ്റ്റും ആൻഡ് വിർജിന റോബിൻസൺ ആണ്. ആൻഡ് സോഷ്യൽ ലേണിംഗ് തിയറി ഇത് സോഷ്യൽ സൈക്കോളജിയിലെ ഒരു കോൺസെപ്റ്റാണ്, ഡെവലപ്മെൻറ്റ് സൈക്കോളജിയിലെ ഒരു കോൺസെപ്റ്റാണ്. ഇത് കൊണ്ടുവരുന്നത് ആൽബർട്ട് ബന്ദുര എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സൈക്കോളജിസ്റ്റാണ്. സോ ഇവിടെ ഇതെല്ലാം കണക്റ്റായി വരുന്ന ആൻസർ 4 ആണ്. A4, B3, C1 ആൻഡ് D2 എന്നുള്ളതാണ്. ഓക്കെ, സോറി. 15ാമത്തെ ക്വസ്റ്റ്യൻ. എ കോഡ് ഓഫ് എത്തിക്സ് സെർവ്സ് സെവറൽ ഫങ്ഷൻ ഫോർ എ പ്രൊഫഷൻ. ഇറ്റ് ഇൻവോൾവ്സ്. അതായത് ഒരു പ്രൊഫഷനിൽ കോഡ് ഓഫ് എത്തിക്സിന് ഒരുപാട് ഫങ്ഷൻസ് ഉണ്ട്. ആ ഒരു പ്രൊഫഷനിൽ അതിൻ്റെ ഫങ്ഷൻസ് എന്തെല്ലാമാണ് എന്നുള്ളതാണ് ഇവിടെ ചോദ്യം. ഒരു പ്രൊഫഷനിൽ കുറച്ച് കോഡ് ഓഫ് എത്തിക്സുകൾ ഉണ്ടാവാറുണ്ട്. ആ കോഡ് ഓഫ് എത്തിക്സ് എങ്ങനെയാണ് ആ പ്രൊഫഷനിൽ ഫങ്ഷൻ ചെയ്യണത് എന്നുള്ളതാണ്, അതിൻ്റെ ഇമ്പോർട്ടൻസ് എന്തൊക്കെയാണെന്നുള്ളതാണ് ഇത് ചോദിക്കണത്. ഇത് ഡിസംബർ 2024, അതായത് ഇപ്പോൾ കഴിഞ്ഞ എക്സാമിൻ്റെ തൊട്ട് മുമ്പത്തെ സൈക്കിളിൽ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, ഗൈഡിങ് ഡിസിഷൻ മേക്കിംഗ്, അസസിങ് കോമ്പിറ്റൻസീസ്, റെഗുലേറ്റിംഗ് ബിഹേവിയർ, ഇവാലുവേറ്റിംഗ് നോളജ് ഓഫ് പ്രാക്ടീഷണർ, കൺട്രോളിങ് ക്ലയൻറ്റ്സ് ബിഹേവിയർ. ഇതിൽ കൺട്രോളിങ് ക്ലയൻറ്റ്സ് ബിഹേവിയർ എന്നുള്ളത് നമുക്ക് നേരിട്ട് തന്നെ എലിമിനേറ്റ് ചെയ്യാവുന്നതാണ്. കാരണം ക്ലയൻറ്റിൻ്റെ ബിഹേവിയർ കൺട്രോൾ ചെയ്യുക എന്നുള്ളത് ഒരിക്കലും പ്രൊഫഷണൽ എത്തിക്സിൽ നമുക്ക് തരുന്ന ഗൈഡ് ലൈൻസിലുള്ള കാര്യമല്ല. ആൻഡ് അസസിങ് കോമ്പിറ്റൻസി അസസ് ചെയ്യുക എന്നുള്ളത് ഇതിൽ ഉൾപ്പെടുന്നൊരു കാര്യമല്ല എന്നുള്ളതാണ്. സോ ബിയും ഇയും നമുക്ക് എലിമിനേറ്റ് ചെയ്യാം. എയും സിയും ഡിയും ഓപ്ഷനായിട്ട് വരുന്ന ഓപ്ഷൻ 2 ആണ് ഇവിടെ റൈറ്റ് ആയിട്ടുള്ള ആൻസർ. ഓക്കെ, 16ാമത്തെ ചോദ്യം. ഇതും 2023 ഡിസംബർ സൈക്കിളിൽ ചോദിച്ചിട്ടുള്ള ചോദ്യമാണ്. ലേറ്റ് 19th century ചാരിറ്റി ഓർഗനൈസേഷൻ മൂവ്മെൻറ്റ് ലീഡേഴ്സ് ബിലീവ്ഡ് ദാറ്റ് ദ കോസ് ഓഫ് പോവർട്ടി വെർ, അതായത് അക്കോർഡിംഗ് ടു 19ാം നൂറ്റാണ്ടിലെ ചാരിറ്റി ഓർഗനൈസേഷൻ സൊസൈറ്റി മൂവ്മെൻറ്റ് ലീഡേഴ്സ് അവർ പറയുന്ന പോവർട്ടിയുടെ കാരണങ്ങൾ എന്തൊക്കെയാണെന്നുള്ളതാണ് ഇതിൽ ചോദിക്കുന്നത്. ഇവിടെ ഇഗ്നോറൻസ്, ഇൻകോമ്പിറ്റൻസ്, ഐഡിൽനെസ്, ഇൻടെമ്പറൻസ് ആൻഡ് ഇന്നസെൻസ്, ഇത്തരം കാര്യങ്ങളാണ് ഇവിടെ പറയുന്നത്. ഇതിൽ ഇഗ്നോറൻസും ഐഡിൽനെസ്സും നമ്മൾ വേറൊരു കോൺസെപ്റ്റിൻ്റെ കൂടെ പഠിക്കുന്ന കാര്യമാണ്. അതായത് ബീവറേജ് റിപ്പോർട്ടിൽ സർ വില്യം ബീവറേജ് 5 ജയൻസ് എന്ന് പറഞ്ഞിട്ടൊരു കോൺസെപ്റ്റ് കൊണ്ടുവന്നിട്ടുണ്ട്. ദാരിദ്ര്യത്തിന് കാരണമായേക്കാവുന്ന അല്ലെങ്കിൽ ഈ കാര്യത്തെ നമ്മൾ ഇല്ലാതാക്കണം എന്ന് പറഞ്ഞിട്ടുള്ള
എന്ന രീതിയിൽ കൊണ്ടുവന്ന 5 ജയൻസ് ഉണ്ട്. അതിൽ പെട്ട 2 ഇത് ഇഗ്നോറൻസും ഐഡൽനെസ്സും. അതിൽ വരുന്ന ബാക്കി ജയൻസാണ് വാണ്ട്, ഡിസീസ്, സ്ക്വാലർ എന്നിവ. സോ ക്വസ്റ്റ്യനിലോട്ട് വരികയാണെങ്കിൽ ഇന്നസെൻസ് ദാരിദ്ര്യത്തിന് കാരണമാകുന്ന ഒരു കാര്യമാണെന്ന് നമുക്ക് എവിടെയും വായിക്കാനോ പറ്റില്ല. സോ ഈ ഒരു ആൻസർ നമുക്ക് എലിമിനേറ്റ് ചെയ്യാവുന്നതാണ്. ഈ എലിമിനേറ്റ് ചെയ്യുകയാണെങ്കിൽ 2, 3, 4 എന്നീ ഓപ്ഷൻ നമുക്ക് എലിമിനേറ്റ് ചെയ്യാം. സോ ദ റൈറ്റ് ആൻസർ വിൽ ബി ഓപ്ഷൻ 1 A, B, C, D ഓൺലി. ഓക്കെ. ഇനി 17ാമത്തെ ചോദ്യം, which 2 terms were added in the earlier global definition of social work given by IASSW and IFSW in 2014? ഓക്കെ, 2014 IASSWയും അതേപോലെ ഇൻ്റർനാഷണൽ ഫെഡറേഷൻ ഓഫ് സോഷ്യൽ വർക്ക് ഇവർ രണ്ടുപേരും കൂടി ചേർന്ന് പുതിയൊരു ഡെഫിനിഷനിലോട്ട് ആഡ് ചെയ്ത 2 വാക്കുകൾ ഏതൊക്കെയാണെന്നുള്ളതാണ് ചോദ്യം. പക്ഷേ ഈ ചോദ്യം കുറച്ച് കൺഫ്യൂസിങ് ആണ്. ഞാൻ അത്യാവശ്യം റെഫർ ചെയ്തിട്ടും എനിക്ക് ആൻസർ കിട്ടിയിട്ടില്ല. പക്ഷേ ആൻസർ കീയിൽ പറയുന്ന ആൻസർ ലിബറലൈസ്ഡ് മാർക്കറ്റ് ആൻഡ് ഡെവലപ്മെൻറ്റ് പ്രോജക്റ്റ് എന്നുള്ളതാണ്. അത്ര ഒരു കൺവീനിയൻ്റ് ആയിട്ടുള്ള ആൻസറായിട്ട് എനിക്ക് തോന്നുന്നില്ല. സോ ഈ ക്വസ്റ്റ്യൻ ഞാൻ നിങ്ങൾക്ക് വിട്ടുതരികയാണ്. ഇതിൽ ഉത്തരം അറിയുന്ന ആളുകൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ ജസ്റ്റ് കമൻറ്റ് ബോക്സിലൊരു കമൻ്റ് ആക്കി ഇതിൻ്റെ ആൻസറും ഒരു എക്സ്പ്ലനേഷനും കൊടുക്കാൻ പറ്റുകയാണെങ്കിൽ അതും കൂടി ഒന്ന് കമൻറ്റ് ചെയ്യാം. ഓക്കെ. അടുത്ത ചോദ്യം, ദ ഫ്രേസ് ദ പേഴ്സൺ ഇൻ സിറ്റുവേഷൻ വാസ് കോയിൻഡ് ബൈ. ഇത് കഴിഞ്ഞ, അതായത് 2024 ജൂണിൽ ചോദിച്ച അതേ ക്വസ്റ്റ്യനാണ് 23 ഡിസംബറിലും ഇത് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു. റൈറ്റ് ആൻസർ ഫ്ലോറൻസ് ഹോളിസ് ആണ്. ഓക്കെ. 2 സ്റ്റേറ്റ്മെൻ്റ് ആണ് 19ാമത്തെ ചോദ്യത്തിൽ കൊടുത്തിട്ടുള്ളത്. എലിസബത്തൻ പുവർ ലോസ് കാറ്റഗറൈസ്ഡ് ദ പുവർ ഇൻ ടു ഡിസർവിങ് പുവർ ആൻഡ് അൺഡിസർവിങ് പുവർ. റൈറ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെൻ്റ് ആണ്. അതായത് എലിസബത്തൻ പുവർ ലോയിലാണ് ആദ്യമായിട്ട് പാവപ്പെട്ട ആളുകളെ കാറ്റഗറൈസ് ചെയ്യണത്. അതിൽ ആർക്കൊക്കെയാണ് സഹായം കൊടുക്കേണ്ടത്, അത് ഏത് രീതിയിലാണ് കൊടുക്കേണ്ടത് എന്നുള്ള രീതിയിലൊക്കെ ഏബിൾ ബോഡീഡ് പുവർ, പിന്നെ ഡിപ്പെൻഡൻറ്റ് ചിൽഡ്രൻ, അതേപോലെ തന്നെ ഇമ്പോർട്ടൻറ്റ് പുവർ, ഈ 3 കാറ്റഗറി ആയിട്ടാണ് കാറ്റഗറൈസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. സോ ഈ സ്റ്റേറ്റ്മെൻറ്റ് 1 ഒരു കറക്റ്റായിട്ടുള്ള സ്റ്റേറ്റ്മെൻ്റ് ആണ്. സ്റ്റേറ്റ്മെൻറ്റ് 2, ഏബിൾഡ് ബോഡീഡ് പുവർ ആൻഡ് സ്റ്റഡി പുവർ വെർ 2 കാറ്റഗറീസ് ഓഫ് പുവർ വിച്ച് സഫേർഡ് ഫ്രം ഇൻഹ്യൂമൻ പുവർ ലോസ്. അത് ഈ 2 കാറ്റഗറി, ഏബിൾ ബോഡീഡ് പുവറും സ്റ്റഡി പുവറും ഇൻഹ്യൂമൺ ആയിട്ടുള്ള പുവർ ലോ മൂലം സഫർ ചെയ്ത ആളുകളാണെന്നാണ് പറയുന്നത്. പക്ഷെ അതൊരു കറക്റ്റായിട്ടുള്ള സ്റ്റേറ്റ്മെൻ്റ് അല്ല. ഇതും നേരത്തെ പറഞ്ഞ പോലെ 2 കാറ്റഗറീസാണ്, അത്രേ മാത്രമേ ഉള്ളൂ. അവർ ഈ നിയമം കൊണ്ട് സഫർ ചെയ്ത ആളുകളാണ് അല്ല എന്നുള്ള രീതിയിലൊന്നും അവിടെ മെൻഷൻ ചെയ്യുന്നില്ല. സോ സ്റ്റേറ്റ്മെൻറ്റ് 2 എന്നുള്ളതൊരു തെറ്റായിട്ടുള്ള സ്റ്റേറ്റ്മെൻ്റ് ആണ്. അതുകൊണ്ട് തന്നെ സ്റ്റേറ്റ്മെൻറ്റ് 1 ഈസ് കറക്റ്റ് ബട്ട് സ്റ്റേറ്റ്മെൻറ്റ് 2 ഈസ് ഇൻകറക്റ്റ് എന്ന് പറയുന്ന ഓപ്ഷൻ 3 ആണ് ഇവിടെ റൈറ്റ് ആൻസർ ആയിട്ട് വരുന്നത്. ഓക്കെ. ഇനി 20ാമത്തെ ചോദ്യം, 4 കോൺസെപ്റ്റുകൾ കൊടുത്തിട്ടുണ്ട്. സോഷ്യൽ സർവീസ്, സോഷ്യൽ വെൽഫെയർ, സോഷ്യൽ വർക്ക്, സോഷ്യൽ റിഫോം. ഇത് ലിസ്റ്റ് 2ലുള്ള അതിൻ്റെ ചെറിയൊരു എക്സ്പ്ലനേഷൻ കൊടുത്തിട്ടുണ്ട്. ലിസ്റ്റ് 2ൽ അതുമായിട്ട് കണക്ട് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. പ്രൊഫഷണൽ ആക്ടിവിറ്റി, മൂവ്മെൻറ്റ് അഗെയിൻസ്റ്റ് എനി സോഷ്യൽ ഈവിൽ, സോഷ്യൽ പ്രോബ്ലം, ആക്ടിവിറ്റീസ് ഫോർ വീക്കർ ആൻഡ് വൾണറബിൾ സെക്ഷൻ ഓഫ് സൊസൈറ്റി, ഓർഗനൈസ്ഡ് ആക്ടിവിറ്റി ഫോർ എനി മെമ്പർ ഓഫ് സൊസൈറ്റി. ഇതിൽ സോഷ്യൽ വർക്ക് നമുക്ക് ഡയറക്റ്റ്ലി മനസ്സിലാക്കാവുന്നതാണ്. പ്രൊഫഷണൽ ആക്ടിവിറ്റി ആണല്ലേ, നമ്മൾ പഠിക്കുന്നുണ്ട്. സോഷ്യൽ വർക്ക് ഇസ് എ പ്രൊഫഷണൽ സർവീസ് ബേസ്ഡ് ഓൺ എന്ന് പറഞ്ഞിട്ട് ഒരു ഡെഫിനേഷനൊക്കെ പഠിക്കുന്നുണ്ട്. സോ സോഷ്യൽ വർക്കിനെ നമുക്ക് പ്രൊഫഷണൽ ആക്ടിവിറ്റിയുമായിട്ട് കണക്ട് ചെയ്യാം. ഇനി സോഷ്യൽ റിഫോം, സമൂഹത്തിലുള്ള ഒരു സ്ട്രക്ചറിനെ മാറ്റി പുതിയൊരു രീതി കൊണ്ടുവരുന്ന രീതിയിലുള്ള ഒന്നാണ്. ഒരു സമൂഹത്തിൽ ചേഞ്ച് കൊണ്ടുവരിക എന്നുള്ളതാണ് സോഷ്യൽ റിഫോമിൻ്റെ പർപ്പസ്. അതുമായിട്ട് കണക്ട് ചെയ്യാൻ പറ്റുന്ന ഒന്നാണ് മൂവ്മെൻറ്റ് അഗെയിൻസ്റ്റ് എനി സോഷ്യൽ എവിൽസ്, സോഷ്യൽ പ്രോബ്ലം. ഇതിനെതിരെയുള്ള ഒരു മൂവ്മെൻ്റ് ആയിട്ട് നമുക്ക് സോഷ്യൽ റിഫോമിനെ കാണാം. സോ ഡിയെ നമുക്ക് ലിസ്റ്റ് 2ലെ 2മായിട്ട് കണക്ട് ചെയ്യാം. ഇത് രണ്ടും വരുന്ന ഓപ്ഷൻസ് ഏതാണെന്ന് നോക്കാം. സോഷ്യൽ C1, D2. C1 ഓപ്ഷനായി വരുന്ന ഒറ്റ ഓപ്ഷനേ ഉള്ളൂ. അതിൽ തന്നെ D2ഉം വരുന്നുണ്ട്. സോ നമുക്ക് വേറെ ഒന്നും നോക്കാതെ തന്നെ ഓപ്ഷൻ 3 കറക്റ്റാണെന്ന് നോക്കാം. ഇത്തരത്തിൽ എലിമിനേറ്റ് ചെയ്ത് നമ്മൾ ഗസ് ചെയ്യണ സമയത്ത് ബാക്കി ആൻസേഴ്സ് ഒന്ന് വായിച്ച് നോക്കുകയും കൂടി ചെയ്യണം. ചിലപ്പോൾ നമ്മളത് ബൈ മിസ്റ്റേക്ക് സംഭവിക്കാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് വായിച്ച് കൺഫേം ആക്കിയതിന് ശേഷം മാത്രം എലിമിനേഷനിൽ കൺഫേം ചെയ്യാം. ഓക്കെ. അപ്പോൾ ഇത്രയും ക്വസ്റ്റ്യനാണ് യൂണിറ്റ് 1ൽ നിന്ന് പ്രീവിയസ്ലി ചോദിച്ച ഇതായിട്ട് നമ്മൾ സെലക്ട് ചെയ്തിട്ടുള്ള 20 ക്വസ്റ്റ്യൻസ് ആണ്. നമ്മുടെ സീരീസിൽ എപ്പോഴും 20 ക്വസ്റ്റ്യൻസ് ആയിരിക്കും ഏറെക്കുറെ ഉണ്ടായിരിക്കുക. അപ്പോൾ ഈ ഒരു വീഡിയോയിലൂടെ നിങ്ങൾക്ക് ക്വസ്റ്റ്യൻസ് വന്നിട്ടുള്ള ഒരു പാറ്റേൺ, യൂണിറ്റ് 1ലെ പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ വന്നിട്ടുള്ള ഏരിയാസ് ഏതൊക്കെയാണ്, അതിൻ്റെ ഒരു പാറ്റേൺ എങ്ങനെയാണെന്നുള്ളത് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഈ ഒരു രീതിയിൽ അടുത്ത ദിവസങ്ങളിൽ നിങ്ങളുടെ പഠനം പ്ലാൻ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. ഇത് നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആവുമെന്ന് വിചാരിക്കുന്നു. ഓക്കെ. എന്തായാലും വീഡിയോ കണ്ടതിൽ ഒരുപാട് സന്തോഷം. താങ്ക് യു.